തസ്ലിമ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസംബർ എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്താണ് അല്ലേ. സോ ഇന്ന് നമ്മുടെ കൂടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളും ക്രിസ്മസ് വിഭവങ്ങളൊക്കെ ആയിട്ട്. ലെറ്റ്സ് വെൽക്കം അലിൻ ജോസ് പെരേര. ഹായ് അലിൻ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് ക്രിസ്മസ് വിശേഷങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ? ക്രിസ്മസ് വിശേഷം നമുക്ക് ഇപ്പോൾ 2-3 പ്രൊജക്ട് ഓണം ക്രിസ്മസ് സാന്റ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓ, സാന്റ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരുടെ വീടുകളിൽ അലിൻ ജോസ് പെരേരയെ പ്രതീക്ഷിക്കാം. അങ്ങനെയല്ല, ഒരു കണ്ടന്റ് ആണത്. വീടുകളിൽ പോയി ചെയ്യുന്ന ഒരു പരിപാടി ആണ്, പക്ഷെ അത് കണ്ടന്റ് ആയിട്ട് നമ്മൾ വേറെ വീടുകളിലാണ് പോകുന്നത്. ഇടക്കൊച്ചിയല്ല, ഷോപ്പുകളിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം രീതിയിലാണ് ചെയ്യുന്നത്. മൈസാന്റെ അതിന്റെ ഒരു വേറൊരു റീക്രിയേഷൻ മോഡലാണ്. റീക്രിയേഷൻ തോന്നുന്നില്ല, ഇതൊരു കണ്ടന്റ് ആണ്. പിന്നെ അമരൻ ഡോക്ടർ പ്രണയത്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ. പിന്നെ സൺഡേ ഇവിടെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു ക്രിസ്മസിന്. മൊത്തത്തിലൊരു സെലിബ്രിറ്റി വൈബ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എങ്ങനെ പോകുന്നു സെലിബ്രിറ്റി ലൈഫ് ഒക്കെ? എങ്ങനെ പോകുന്നു? അത് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്, നേരെ പോസിറ്റീവ് ഉണ്ട്. കൂടുതലും നെഗറ്റീവ്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ നെഗറ്റീവ്സിലേക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹാപ്പി ആയിട്ടാണോ നോക്കിക്കാണുന്നത്? നെഗറ്റീവ്സ് ഇപ്പൊ ഞാൻ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പക്ഷെ മുൻനിരയിലുള്ള പല സിനിമ നടന്മാർക്ക് പോലും പേജുകളിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ മെയിൻ മഹാഭാരതത്തിന്റെ പേജിൽ കമന്റ് ചെയ്യാൻ കണ്ടത് നെഗറ്റീവ് ആണ് കമന്റ്സ് തോന്നുന്നത്. ഇപ്പൊ ഒരു വിഷയം പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ വിഷയത്തിൽ നമ്മൾക്കും കമന്റ് വരുന്നു, മറ്റുള്ളവർക്കും ആ ഒരു കമന്റ് വരേണ്ട ആവശ്യമില്ല. ഒരു വിഷയം വരുമ്പോ ആ ഒരു സിനിമയായിട്ട് കാണുന്നു അല്ലേ. അപ്പൊ നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങളിലോട്ട് കിടക്കാം. എങ്ങനെയാണ് ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ ക്രിസ്മസിനെ പറ്റി? ചെറുപ്പത്തില് നമ്മള് ക്രിസ്മസ് എന്താ പറയാ, പപ്പാനെ കളിക്കാനും അല്ലെങ്കിൽ ഒരു 3 വർഷം മുന്നേ നമ്മള് കരോളിലൊക്കെ പോയിട്ടുണ്ട്, പപ്പ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോ 3 വർഷത്തിന് 2022-23 കാലഘട്ടത്തില് ഫെയിമായി വരുന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് പരിമിതികളുണ്ട്. പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ചില ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരു പ്രവണതകളും അങ്ങനെയുള്ള ഒരു പ്രവണതകളും ഉള്ളതുകൊണ്ട് കൂടുതലും നമ്മൾ റിസ്ക് എടുത്താണ് എനിക്ക് പോകുന്നത്. ഇപ്രാവശ്യം പിന്നെ ഗ്യാങ് ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നമുക്ക് മീഡിയ ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് സൗഹൃദങ്ങളുണ്ട്, മാന്യമായിട്ടുള്ള സൗഹൃദങ്ങൾ. അല്ല, ഫ്രണ്ട്സ് സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാര് തെറ്റിദ്ധരിക്കും, ഗേൾഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഇതാണതാ. പക്ഷെ സൗഹൃദങ്ങളെ ആ ഒരു രീതിയിൽ കാണും. നമ്മളെപ്പോഴും ഇപ്പൊ മലയാളികളെ പോലെ എപ്പോഴും ഒരുപാട് ആൾക്കാരുടെ കൂടെ നടക്കണം, കറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫെയിം ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂട്ടി വരുന്നില്ല എപ്പോഴും. പക്ഷെ എങ്കിലും ഒരു 2017 വരെ നമുക്ക് ഒരുപാട് എന്താ പറയാ, വലിയ ഇപ്പോൾ സെലിബ്രിറ്റീസിന്റെ ഭാര്യകൾ നമ്മളിപ്പോൾ പഠിച്ചത്, ആരുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. കാരണം കൂടുതലും ഗേൾസുമായിട്ടുള്ള സൗഹൃദങ്ങളും തമാശ പറയുകയും ചിരിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഫെയിം വന്നപ്പോൾ ഒരുപാട് മാറി. ഇല്ല, ഫെയിം വന്നപ്പോൾ കൂടുതലും ആണുങ്ങൾക്ക് ഇപ്പോൾ സഞ്ചാരം എന്തെങ്കിലും പ്രായമുള്ള, അതുകൊണ്ട് തന്നെ അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ കൂടെയാണ് ഇന്ന് ഞാൻ ഈ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഫേവറേറ്റ് ഫുഡ്സ് ഒക്കെ? അതായത് ക്രിസ്മസ് മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പലതരം കേക്ക്സ്, വെറൈറ്റി ഫുഡ്സ് ഒക്കെ ആണല്ലേ. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഫുഡ്സ് ആണ് അതിന് ഇഷ്ടം? എപ്പോഴും എല്ലാ ദിവസവും ബിരിയാണി. ക്രിസ്മസിന് ബിരിയാണിയാണോ കഴിക്കുന്നത്? ചിക്കൻ ബിരിയാണി കൂടുതൽ ഇഷ്ടം. അതായത് ഫേവറേറ്റ് ക്രിസ്മസിന് നിർബന്ധമാണത്. ബാക്കിയുള്ള ദിവസം നിർബന്ധമില്ല, പക്ഷെ ക്രിസ്മസിന് ബിരിയാണി നിർബന്ധമാണ്. പപ്പടം മൊത്തം ഒഴുങ്ങിയത്. ഓക്കെ, അതൊക്കെയാണ്. ഞാനൊരു കാര്യം വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ തൊപ്പി കൊടുക്കാൻ വേണ്ടി വിട്ടുപോയി, നമുക്കത് കൊടുക്കാം. ഓക്കെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി തൊപ്പി കൂടി വന്നാലേ ക്രിസ്മസിന്റെ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട്. കുക്കിംഗ് വലിയ ധാരണയുണ്ടോ? അതൊക്കെ ഞാൻ പറയാം. കുക്കിംഗ് വലിയ ധാരണയുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടോ? എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പിന്നെ ഇറച്ചിക്കറിയിൽ ഇത്തിരി വാട്ടർ ഒഴിച്ചിട്ട് അല്ല, ഇടയ്ക്ക് ഇറച്ചിക്കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാറുണ്ട്. പക്ഷെ വലിയ രുചി ഉണ്ടാവില്ല മാത്രമേ.
ഉണ്ടാക്കിയാണ് നമ്മൾ പക്ഷെ എനിക്ക് എന്റെ ഒരു വിശപ്പിന് ആ ഒരു ടേസ്റ്റ് ഓഫ് വൈബിൽ കഴിച്ചു പോകാം. അങ്ങനെ വൈബ് ഇഷ്ടപ്പെടുന്നത് ആൾക്കാരൊക്കെ ഇല്ലേ? അല്ല അതല്ലേ പറയാം, തണുപ്പുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് വരുമ്പോൾ ചിലപ്പോ അതായത് നമ്മള് കുക്കിംഗ് ഒക്കെ സത്യം പറഞ്ഞാല് ഏതൊരു ബേസിക് നീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെ പോയാലും ഇപ്പൊ അലിൻ ജോസിന് ഉഗാണ്ടയിൽ പോകാനൊരു അവസരം കിട്ടുവാണ് അല്ല പറയണം. അപ്പൊ അവിടെ പോയിട്ട് കുക്കിംഗ് അയ്യോ അറിയില്ല എന്ന് പറയില്ലല്ലോ, എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്താ പറയാ, നമ്മള് കുട്ടിക്കാലത്ത് മുതലേ ഇപ്പൊ അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് ഒരു ചട്ടം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അല്ല, പെണ്ണുങ്ങള് മാത്രം നിൽക്കുക, അടുക്കളയിൽ കയറാൻ പാടില്ല, ടി വി കണ്ടോട്ട് കാണാൻ പാടില്ല എന്ന് ചോദിക്കേണ്ട സമയമുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ പരമാവധി അടുക്കളയിൽ കയറിയതിന്റെ ഒരു സിമ്പിളാണ് കയ്യിൽ ഇതുപോലെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ പാടൊക്കെ വന്ന് പോയിട്ടുണ്ട്. കുക്കിംഗ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റൂ ആണ്. എന്ത് സ്റ്റൂ ആണെന്ന് ഗസ് ചെയ്യാവോ? ചിക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ചിക്കൻ സ്റ്റൂ ആണെന്ന് മനസ്സിലായി കാണും. അപ്പൊ ചിക്കൻ സ്റ്റൂ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ നമുക്ക് കാണാം, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് അല്ലെങ്കിൽ തന്നെ പറഞ്ഞോളൂ. ഇതെന്താ? ഇത് സവാള. ഓക്കെ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഓക്കെ. ഇതോ? കാഷ്നട്ട്. ആൻഡ് ദിസ് പൊട്ടറ്റോ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഇത് അറിയാമോ? ചിക്കൻ. പിന്നെ നമ്മുടെ ഗരം മസാലയും. ആൻഡ് ദിസ് വൺ തേങ്ങാപ്പാൽ പൊടി. നമുക്ക് തേങ്ങാപ്പാൽ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ പൊടി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം ഒരു തട്ടിക്കൂട്ടാണ്. ബട്ട് വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മളത് ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. നമ്മളെപ്പോഴും ഇപ്പോൾ ടി വിയിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഷോ ചെയ്യാനുള്ള ഒരു റീസൺ. കാരണം ആ ഒരു പരിപാടി കാണുമ്പോൾ നമുക്കും അങ്ങനെ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഓൺലൈൻ യുഗമാണല്ലോ അല്ലേ? സന്തോഷം. അതിൻ്റെ ഒരു ഇതല്ലേ ഭാവിയിലൊരു ആനീസ് കിച്ചനായിട്ട് പറയാം. താങ്ക് യു. പാന ചേച്ചി കാണുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വിളിക്കുക, പുള്ളിയുടെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ആനീസ് കിച്ചണിലെ ആനി ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അലിനെ ഇൻവൈറ്റ് ചെയ്യുക. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇൻവൈറ്റ് ചെയ്തോളൂ. ഓക്കെ, അലിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലത്തെ കുക്കറി ഷോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫുഡിയാണ് അല്ലേ, ഫുഡും കഴിക്കുക അത്യാവശ്യമല്ലേ. ഫുഡിയാണ് നല്ലോണം. സോ നമുക്ക് വൈകിട്ടേക്കണ്ട നമ്മുടെ കുക്കിങ്ങിലോട്ട് കടക്കാം. ആദ്യം നമ്മള് തീ കത്തിക്കുന്നു. കത്തിച്ചു ഗ്യാസ് ഓൺ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായില്ല, അല്ലെങ്കിൽ തീ കത്തിക്കാൻ അറിയാം. പാത്രം വെക്കുക. ഓക്കെ, സിമ്പിൾ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ചൂടാകുമ്പോഴത്തേക്ക് നമ്മള് എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഇടാൻ പോകുന്നത്. ചൂടായിട്ടില്ല, ചൂടാവാൻ കല്ല് കള്ളി. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റണം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിക്കാം. ഞാൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം. സമയത്ത് നെയ്യിലൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ബീഫാണ്, ചിക്കൻ സ്റ്റൂ ആണ്. നമ്മളിപ്പോ ഒരു നിമിഷം സഹായിക്കുന്നു. നെയ്യ് ഒഴിച്ചിരിക്കണം, നെയ്യൊന്ന് ചൂടാവട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് ഏലക്ക, ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ചട്ടിയിലേക്ക് ഇടുകയാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു എന്താ പറയാ
സ്റ്റൂവിന്റെ സ്റ്റൂ ഇസ്റ്റു അല്ല സ്റ്റൂ 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 എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി കൊച്ചിക്കാരി ഇഷ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ തിളച്ച നെയ്യിലേക്ക് നമ്മുടെ പട്ട കറിയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു കുറച്ചിട്ടുള്ളൂ. ഇപ്പൊ തന്നെ സ്മെല്ല് വരുന്നുണ്ട്. അല്ലല്ല ഇതല്ല സവാള ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യാറുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ സെറ്റിലെ ഫുഡ് വെച്ച് വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. എനിക്ക് വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. സെറ്റിൽ കുറേ ഫുഡ് ഉണ്ട്. എനിക്കിങ്ങനെ കുറേ ഫുഡിനോട് താല്പര്യമില്ല. മൈൽഡായിട്ടുള്ള ഫുഡൊക്കെയാണ് ഇഷ്ടം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുതിയ വർക്കുകളൊക്കെയാണ്. ഇപ്പോൾ ഒരു സീരിയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നത്താണ് എൻ്റെ ഓഡീഷൻ മേ ബി ഇതിൻ്റെ സൗണ്ട് കുറേ കേൾക്കുമായിരിക്കും. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ചട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് കുക്ക് ചെയ്യാറുണ്ടോ? പിന്നെ ഇതല്ലേ പരമ്പരോട് കുക്ക് ചെയ്യാം. ഒരു 5-6 വർഷമായിട്ട് പോയിരിക്കുന്നു. അലിൻ ജോസിന്റെ പാനിന്റെ പാത്രത്തിലാണ് ക്വാളിറ്റി എടുക്കാം. സവാളയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. കട്ട് ചെയ്താൽ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇത് വയമ്പ് കഴിയുമ്പോൾ നമ്മൾ മാടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കും. ഇത് വഴണ്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 10-20 മിനിറ്റ് മതിയാവും. ഈ ഇതിൽ കിടന്നു സ്റ്റാർട്ട്. ഈ ക്രിസ്മസിനൊക്കെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ അടുത്ത് നിങ്ങൾ സഹായിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. 2 വർഷമായിട്ട് ഇപ്പൊ സഹായിക്കാറില്ല. ക്രിസ്മസിനങ്ങനെ ഞാൻ വീട്ടിലിരിക്കാറുണ്ട്. ഇരിക്കാറില്ല. ഫുൾ പരിപാടിയിലാണ് പറയുന്നത്. കറക്കം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് തിളപ്പിക്കാം. ആദ്യം ഇട്ടിട്ടുള്ളത് ആ നെയ്യിലേക്ക് നമ്മൾ ആദ്യം പട്ട കറിയാമ്പൂ ഏലക്കൊക്കെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സവാള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വാട്ടി അതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിക്കൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗരം മസാലയും പിന്നെ പെപ്പർപ്പൊടി ഇടാം. ഇവിടെ വെക്കണം. ഒന്നുകൂടി പറഞ്ഞോട്ടെ. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നെയ്യ് ഇട്ടു. നെയ്യുടെ മുകളിലേക്ക് നമ്മൾ പട്ട കറിയാമ്പൂ ഏലക്ക ഇട്ടു. അതിന്റെ മുകളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ, അതിന്റെ മുകളിലേക്ക് നമ്മൾ സവാള ഇട്ടു. അപ്പൊ ഇത് മൂന്നും വഴണ്ട് വന്നപ്പോഴേക്കും ഉപ്പിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ക്യാരറ്റും ഉപ്പിട്ടായിരുന്നു. ക്യാരറ്റും പിന്നെ പൊട്ടിച്ചോറും. അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഏതാത് അതല്ലേ നമ്മൾ ആദ്യം ഇട്ടത് പട്ടാൻ കറിയാമ്പൂ. ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗരം മസാല. നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ നിറവറ യൂസ് ചെയ്യും. നിറപറയുടെ ഒരു ഫ്രീ പ്രൊമോഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഗരം മസാല എടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഗരം മസാല കൊണ്ട് വലിയ പണിയില്ല. സോ ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് കിച്ചൺ പ്രൊസേഴ്സിന്റെ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കിച്ചൺ പ്രൊസേഴ്സിന്റെ കുരുമുളക് പൊടി മഞ്ജുചേച്ചിയാണ് ഫസ്റ്റ്. അത്യാവശ്യം ബുദ്ധിയൊക്കെ ആരാണ് പറയുന്നത് ബുദ്ധിയില്ല? കമന്റ് ബോക്സിൽ ആൾക്കാരോട് പോവാൻ പറയുന്നു. നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വെതറിടണം, ഇഷ്ടംപോലെ നിൽക്കണം. ഓക്കെ, അപ്പൊ 2 ഇട്ടില്ലേ, ഇനി നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ, ഇവിടെ ഓൾറെഡി കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ആണ്. ഏകദേശം ഒരു ഏകദേശം നമ്മളൊരു 1 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കുഞ്ഞു കുഞ്ഞാണ് അരിഞ്ഞെടുക്കുന്നത്, കാരണം അത് പതുക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. കാരണം സ്റ്റൂ വെക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൂ വെക്കുമ്പോൾ ചെറിയ പീസായി കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത്. പല്ലിന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു ചിക്കൻ അല്ലെ? ചിക്കൻ കറി, ചിക്കൻ ബിരിയാണി പല്ലിന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. എവിടത്തെ ബിരിയാണിയാണോ കൂടുതൽ ഇഷ്ടം? ഇങ്ങനത്തെ ബിരിയാണി ഒന്നുമില്ല, ഏത് ബിരിയാണി വേണമെങ്കിലും കഴിച്ചോളൂ അല്ലേ? അല്ല, ഓരോ ദിവസവും ഷർട്ട് മാറുമ്പോൾ ഓരോ ബിരിയാണികളും മാറാറുണ്ട്. ആണോ? ഇത് പറയുമ്പോൾ ആൾക്കാർ പ്രശ്നമല്ല, നമ്മള് ഭക്ഷണത്തെ കുറിച്ചും ദിവസത്തെ കുറിച്ചും മാത്രമേ തോന്നുന്നു. നമ്മളിപ്പോ നേരത്തെ എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവണം. ചിക്കൻ മാത്രമല്ല, ഈ ക്യാരറ്റും ഈ പൊട്ടറ്റോ ഒക്കെ വേവണം. നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 3:20 വരെ, 3:10 3:20 വരെ ടൈം പറയണ്ട. അപ്പൊ ഞാൻ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ ചിക്കനിലോട്ട്. എപ്പോഴും നിങ്ങൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക, അപ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേവട്ടെ. ചിക്കൻ മാത്രമല്ല, നമ്മുടെ ക്യാരറ്റും എല്ലാം കൂടി വേവാൻ വേണ്ടിയിട്ടിലേയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തിളക്കട്ടെ. മല്ലിയില ഞാൻ സ്റ്റൂൾ ഇടാറില്ല, നിങ്ങൾ ഇടാറുണ്ടോ? ചെറുതായിട്ട് ഇടാറുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റിലാണ് ആളുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വിശേഷങ്ങളോട്ട് നമുക്ക് കിടക്കാം. ക്രിസ്മസ് പറഞ്ഞു, ഇനി എന്താണ് പുതിയ സിനിമ വിശേഷങ്ങളെ കുറിച്ചിട്ട് നമുക്ക്? സിനിമകൾ ഞാൻ പേര് പറയുന്നില്ല, എന്തായാലും ഒരു 3 സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. പിന്നെ 1-2 സബ്ജക്റ്റുകൾ കേൾക്കുന്നുണ്ട്. കഥ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഏപ്രിലോടെ പുതിയ സിനിമകളിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഏപ്രിലോടെ അതിന്റെ പുതിയ പുതിയ സിനിമകൾ നിങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴേ ആളുകൾ ഇങ്ങനെ കളിയാക്കിയൊക്കെ ചിരിക്കാറുണ്ടോ? അതിന്റെ മനസ്സിൽ വീട്ടിൽ വരുമ്പോ ഒരു വിഷമം പോലെയൊക്കെ ക്രൗഡുള്ള പരിപാടികൾക്ക് അധികം പോകാം. പോയെന്ന് വിചാരിച്ചാൽ നമ്മള് ഡയറക്ടറോട് പറയും, നമുക്ക് അങ്ങനെ കഴിഞ്ഞ വർക്കുകൾ ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ വർക്കിൽ ക്രൗഡ് കുറവുള്ള വർക്കുകൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ. ഗുലാന്നിട്ടുള്ള ജോലിസ്റ്റാണെങ്കിലും നല്ലൊരു പാർട്സ് ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പൊ കമ്മിറ്റ് ചെയ്തവർക്ക് പേര് നമ്മൾ പറയുന്നില്ല, വലിയ വലിയ ആൾക്കാരുടെ പടങ്ങളാണ്. അപ്പൊ എന്നാലും വന്നിട്ടുണ്ട് ഏപ്രിലൂടെ അത് ചെയ്യണം. എന്തായാലും ക്രൗഡ് ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സിനിമ വിശേഷങ്ങൾ മാത്രമല്ല, വിഷസ് കൂടി ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ വിശേഷങ്ങൾ പറയാം. അതായത് കല്യാണം, ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തിലാണല്ലോ. അത് നമ്മുടെ ഒരു എന്താ പറയാ, കരിയറിന്റെ ഒരു പുതിയൊരു ബ്രേക്ക് ത്രൂ ആണ്. കാരണം ആൾക്കാര് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കും. പക്ഷെ നമുക്കത് പേയ്മെന്റിൽ നിന്നാണ് ചെയ്യുന്നത്. 1000 മുതൽ 3000, 4000, 6000 രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട് വിഷസിന്. അപ്പൊ അതൊരു 7,000 രൂപീസ് വരെ ചില ദിവസങ്ങളിൽ ഗൾഫിലെ ആൾക്കാരൊക്കെ
പുറത്തുള്ള അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ദിവസം ഏണിങ്സ് ഒരു മിനിമം ഒരു 4K മുതൽ ഒരു 13K വരെ ഒരു ദിവസം ഇപ്പൊ കിട്ടുന്നുണ്ട്. മിനിമം 4K ആണ് ഒരു ദിവസം. അപ്പൊ ഈ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദമൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആരെങ്കിലും താരയൊക്കെ വെക്കാറുണ്ടോ? സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വർക്കില് നമ്മള് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്റിമസ് സീനിൽ അഭിനയിച്ചാൽ പോലും നമുക്ക് ക്യാമറ കട്ട് എന്ന് പറയുമ്പോൾ നമ്മള് കഥാപാത്രം വിടുക, ഒരു റിയൽ ക്യാരക്ടറിൽ നിന്ന് സ്വന്തം ക്യാരക്ടറിലേക്ക് വരിക. ഇപ്പൊ പമ്പോള് ഒരുപാട് റീൽസ് അത് കൂടുതൽ നമ്മൾ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞത് ആൾക്കാർ നെഗറ്റീവായിട്ട് ചില വർത്തമാനങ്ങൾ പറയുകയുണ്ടായി. കാരണം ഗേ ആണ്, അതാണ് ഇതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല നമുക്ക് എന്താ പറയാ പ്രേമം തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ആറ്റിറ്റ്യൂഡ് തോന്നും. അതൊക്കെ നമുക്ക് എപ്പോഴും ക്യാമറ മുന്നിൽ കാണിക്കേണ്ടതല്ലോ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ചിലത് നമ്മൾ മറ്റേ ഒരു എന്താ പറയാ ഒരു വെറൈറ്റിക്ക് വേണ്ടി അത് ആൾക്കാർക്ക് നമ്മൾ ഇത് മാത്രമല്ല നമ്മളൊരു റീക്രിയേഷൻ രീതിയിൽ ആ ഒരു റൊമാൻസ് സീക്വൻസ് അത് ചെയ്യുന്നത് മാത്രം. അതിൽ പ്രായപരിധിയോ ഒന്നും ഒരു ഘടകമല്ല. പക്ഷെ നമ്മുടെ പ്രായത്തിലെ ആൾക്കാരുമായിട്ട് നമ്മൾ വർക്കുകൾ വരുന്നുണ്ട്. ഇപ്പൊ അത് അടുത്ത ദിവസം ഒരു പെൺകുട്ടിയുടെ വർക്ക് വരുന്നുണ്ട്. 6 വെച്ച തുടങ്ങുന്നൊരു പേര് ഞാൻ പറയുന്നില്ല. 6 ലെറ്ററിലാണ് പേര് തുടങ്ങുന്നത്. അപ്പോ അതിന്റെ 24th ഷൂട്ട്. അപ്പൊ അങ്ങനെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇപ്പോ ശ്രീലക്ഷ്മിയുടെ വർക്ക് കഴിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ നമ്മളെ കുട്ടി ഒരു കല്യാണത്തിന്റെ റീല് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് വർക്ക് ചെയ്യില്ല അതുപോലെ പോലും അത് സംസാരിക്കുന്നുണ്ട്. സ്റ്റൂ ആണെന്ന് നമ്മള് ഇപ്പോ സ്റ്റൂ എപ്പോഴും വെക്കുന്നത് എന്റെ അമ്മയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരു നിമിഷം പറഞ്ഞു. ഇടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്തോന്ന് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കണ്ടോ, ഇതൊക്കെ ഒരു കുക്കിംഗ് ട്രിക്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ. കണ്ടോ, ഇപ്പൊ വെന്തിട്ടില്ല, ഒരു ഹാഫ് വെന്തിട്ടുണ്ട്, ബാക്കി ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെ കണ്ടു പഠിച്ചോളൂട്ടോ. ഞാൻ എന്തൊക്കെയാ ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞേ ചോദിക്കട്ടെ. ഇനി അതിനെ വെച്ചിട്ട് ഇനി നമ്മള് കുക്കിംഗ് ഷോസ് ഒക്കെ നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ ഇനി ഒരുപാട് വരാറുണ്ട്. സോ നമ്മൾ എന്തൊക്കെയാ ചെയ്തത് സ്റ്റാർട്ടിങ് മുതൽ പറയും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു, പാൻ വെച്ചു, നെയ്യിട്ടു, പിന്നെ എന്താ പറയാ സവാള, പട്ട, ഗ്രാമ്പു ഇട്ടു, പിന്നെ സവാള, പച്ചമുളക്, സമൂഹം, പിന്നെ ഉരുളക്കിഴങ്ങ്, അങ്ങനെ കുറച്ച് സാധനങ്ങളും, പിന്നെ നമ്മള് എന്താ പറയാ ഗരം മസാല കറികളിട്ടു. പിന്നെ പെപ്പർപ്പൊടിയാണ് മെയിനായിട്ട് ടേസ്റ്റ്. ഏറ്റവും കൂടുതൽ മറ്റേ പണ്ട് ബിസിനസ് നടന്ന ഒരുപാട് നമ്മൾ ജീവിച്ചത് അത് പെപ്പർപ്പൊടി. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാദറും മദറും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി പുറത്തുള്ള ആൾക്കാരെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. തന്നെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി നമ്മളൊരു ഫാമിലി ഫ്രണ്ടുണ്ട് അപ്പൊ ആനിമീസ് എന്നെ പേര് വിളിച്ചത്. അപ്പൊ അവരൊക്കെ നമ്മളെ ഈ ഫെയിം കാണപ്പോ ഫെയിം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അവരെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എപ്പോഴും അവരുടെ നമ്മൾ സപ്പോർട്ട് ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ വർക്കുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നു, അതിൽ വരുന്ന അണ്ടർസ്റ്റുമായിട്ട് സൗഹൃദം വെക്കും. പിന്നെ ഒരുപാട് ചെറുപ്പം ഒരുപാട് പ്രണയങ്ങൾ നടന്നു പോകുന്നു. പലതും അത് ഒരുപാട് തൽക്കാലം ഇപ്പോ എനിക്ക് ഷോർട്ട് ഫിലിമിനോടാണ് പ്രണയം. അല്ല അതല്ല, അതുമുണ്ട്. മറ്റുള്ള ലേഡി പ്രണയമുണ്ട്, അത് പലതും ചീറ്റിപ്പോണ പ്രണയങ്ങളാണ്. അതൊരു താൽക്കാലികത ഇല്ലാത്തൊരു പ്രണയങ്ങളാണ്. ഫെയിം കൊണ്ട് ഒരുപാട് പേര്
പ്രണയിച്ചു അതായത് അതിന്റെ ഫെയിം യൂസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ എന്നാണ് അല്ലെങ്കിൽ പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പൈസ പോയിട്ടുണ്ട്. പൈസ പോയിട്ടുണ്ട്. എങ്ങനെ പൈസ പോകുന്നത്? ഐസ്ക്രീം അടിച്ചു കൊടുക്കുക, ഭക്ഷണം അടിച്ചു കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, അലിൻ ജോസിനെ കാണാൻ പോകുന്നവർ ഐസ്ക്രീം ഒന്നും ചോദിക്കരുത്. കാരണം ചിലർക്ക് ഇപ്പോൾ നമ്മള് ചില ട്രാക്കുകൾ പിടിക്കുമ്പോൾ ആദ്യമേ തന്നെ പറയും വെറുതെ നമ്മളെ പ്രണയിച്ച് പറ്റിക്കാൻ നിൽക്കരുത് എന്ന് ആദ്യമേ ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കനും ഏകദേശം ഒക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? കാഷ്യൂ അരച്ചതാണ് ചേർക്കാൻ പോകുന്നത്. കാഷ്യൂ അരച്ചത് ചേർക്കട്ടെ? നമ്മൾ ഇത് ഇട്ടില്ല പൊടി. നമുക്ക് ഇടാം. നല്ലോണം ഒന്ന് തിളക്കട്ടെ. നമുക്ക് എപ്പോഴേക്കും തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. പൊടി വെച്ചാലും സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലിന്റെ എക്സാക്ട് ടേസ്റ്റ് തന്നെയാണ് ഈ പൊടിക്ക് കിട്ടുന്നത്. യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പൊടി ജസ്റ്റ് കുറച്ചെടുത്തിട്ട് അത് നമുക്ക് വേണ്ട, നമുക്ക് ആദ്യം ഒന്നാം പാൽ ഉണ്ടാക്കാം. നമ്മള് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും അങ്ങനെയുണ്ട്. അപ്പൊ ഒന്നാം പാല് ഇച്ചിരി തിക്ക് കൂടിയതാണ്. ഓക്കെ, നമ്മൾ തിക്ക് കുറഞ്ഞ പാലാണ് ആദ്യം ഇടേണ്ടത്. അപ്പൊ അതിൽ തിളച്ച് വന്നിട്ട് തിക്ക് കൂടിയ പാൽ ഇടുമ്പോഴേക്കും നമ്മള് ഗ്യാസ് ഓഫ് ചെയ്തേക്കണം. നമ്മൾ അതിൽ തിളപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാലിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം. നമ്മള് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഒന്നാം പാല് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാം പാല് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ലാന്ന്. അപ്പൊ അതേ ഒന്നാം പാല് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെയ്യില് കശുവണ്ടിയും ഇതൊക്കെ ഒന്ന് ചൂടാക്കാം. കശുവണ്ടി ഉണ്ടെന്ന് ഓർമ്മല്ലേ? തീർത്ത് അപ്പൊ കശുവണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മള് വിശേഷങ്ങൾ പറയുമല്ലേ? സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? വിശേഷങ്ങൾ പുതിയത് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തൊരു പ്രണയ സ്റ്റോറി പിന്നെ ഇപ്പൊ ചെയ്ത മറ്റേ അതിന്റെ ഞാൻ കണ്ടു. അത് റീക്രിയേഷൻ ആണോ? അത് റീക്രിയേഷൻ അല്ല, അത് അത്യാവശ്യം ഒരു 5-6 മിനിറ്റിന്റെ ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു ചേസിന്റെ കാര്യങ്ങളൊക്കെയുണ്ട്. അത് അത്യാവശ്യം 2 ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട അറിയാൻ എന്റെ ഔട്ട് എന്തായാലും ഡിസംബറിൽ ക്രിസ്മസിന് മുന്നേ വരും. എന്റെ എഡിറ്റിംഗ് വർക്ക് ഞാൻ ഇന്നലെ കണ്ടു. അതൊരു ഇറങ്ങിയ ഷോർട്ട് ഫിലിമാണ്. 55-56 കേൾക്കുന്നുണ്ട്. ഫേസ്ബുക്കിലും ലക്ഷം, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കയറി. പക്ഷെ അത് അത്യാവശ്യം ആൾക്കാര് ട്രോള് വരാത്ത രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടുള്ള ഷോർട്ട് ഫിലിംസ് ബ്ലഡി നൈറ്റ് ആണെങ്കിലും നേര് ഇറങ്ങിയ സമയത്തൊക്കെ വേറെ ആൾക്കാരാണ് ചെയ്തത്. പക്ഷെ ഈ അമരേന്ദ്രന്റെ ഡോക്ടർ പ്രണയത്തിനാണെന്ന് പറഞ്ഞു പമ്പയായിട്ട് വർക്ക് ചെയ്തപ്പോൾ ട്രോളുകൾ കുറഞ്ഞു. ആൾക്കാര് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്ന് പറയാം. മാന്യമായിട്ട് നല്ല നമ്മള് അവസാനം വർക്കുകൾ പോലെ ഇപ്പോ ഒരു മാക്സിൽ ഒരു വർക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെയാണ്. നമ്മൾ അടുത്തത് നെയ്യില് മുന്തിരിയും കിസ്മിസ് ഒക്കെ ഒന്ന് വാട്ടിയിട്ട് ഇതിന്റെ മുകളിൽ മുന്തിരി ഉണ്ട്, കിസ്മിസ് ഉണ്ട്. ഇപ്പൊ ഈ ഇടയിട്ട് റീക്രിയേഷൻ വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയിലാണ് കാണുന്നത്. അത് എല്ലാം തന്നെ റീക്രിയേഷൻ അല്ല. ഇപ്പൊ റീക്രിയേഷൻ ആണ് ആ ലാസ്റ്റ് ചെയ്തത്. പിന്നെ എന്താ പറയാ ഒരു കഥയെടുപ്പം റീക്രിയേഷൻ ചെയ്തത്. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന എസ് ഡേവിഡ് പിന്നെ മേഘ ജോസിന്റെ പെണ്ണ് ഒരു 2 പേർക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ക്യാമറയിലും അത്യാവശ്യം എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാമറമാനും ടെക്നീഷ്യൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നു. ഞാൻ മാത്രമല്ല, ഞാൻ ഈ ഐഡിയാസും
ത്രെഡും പറഞ്ഞു കൊടുക്കുന്നു. ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ആശിഷ്, ഷാഹിദ്, പിന്നെ കാർത്തി, അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആദർശ്, അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആരും ചെയ്യാത്തത് പ്രസാദോ ഇഷ്ടപ്പെട്ടില്ല. അമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടൂല. എപ്പോഴാ പറഞ്ഞത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡും ഇവിടെ റെഡിയാണ്. അപ്പൊ ബ്രെഡും സ്റ്റൂവും കഴിക്കാൻ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും റെഡി അല്ലേ? അത് നമുക്ക് ടേസ്റ്റിംഗ് സെക്ഷനിലോട്ട് കടന്നാലോ? ഓക്കെ, സർവ് ചെയ്യാം. അല്ല ഇവിടെ സ്റ്റാർട്ട്. നമ്മുടെ സ്റ്റൂവും ബ്രെഡൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മുടെ സ്റ്റൂവും ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗസ്റ്റിന് ആദ്യം കൊടുക്കാം. സെർവ് ചെയ്യട്ടെ? സ്റ്റൂ കാണുമ്പോൾ അതിന് ഓർമ്മ വരുന്നത് അതിൻ്റെ മുന്നയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അമ്മയുടെ കൈപ്പിണ്ടൊക്കെ എനിക്കുണ്ടോന്ന് അറിയില്ല. ഡിന്നർ ഡേറ്റിലൊക്കെ പോയിട്ടുണ്ടോ? ഒരുപാട് പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം സീൽ നടക്കാനൊക്കെ ആയിട്ട് രാത്രി കൊച്ചിക്കാരൻ പിന്നീട് പബ്ബിൽ പോയിട്ട് നമ്മൾ കാണും. കഴിച്ചോ? എങ്ങനെയുണ്ട്? ഫുഡ് ഇഷ്ടമായോ? ഈ പബ്ബിലെ അനുഭവത്തെ കുറിച്ച് പറയാം. എവിടെയൊക്കെ പബ്ബിൽ പോയിട്ടുണ്ട്? ബാംഗ്ലൂർ പോയിട്ടുണ്ടോ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണോ? അവിടെ ആളുകൾ തിരിച്ചറിഞ്ഞോ? പിന്നെ ആൾക്കാര് കമ്പനിക്കാൻ വരും. കുഴപ്പമില്ല. പബ്ബിലൊക്കെ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ പബ്ബിൽ പോകാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നാൽ പാർട്ടിക്കൊക്കെ, അതായത് പോയിട്ടുണ്ട്. ഒരു പടത്തിലേക്കുണ്ടല്ലോ, അത് പബ്ബ് ഇത് ക്യാരക്ടറല്ലേ? ഇപ്പൊ അലിൻ പറഞ്ഞു, അലിൻ ചെയ്യുന്ന എല്ലാം പബ്ബൊക്കെ അത് റീൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാരക്ടർ വിട്ടു അല്ലേ? അലിൻ പറയുന്ന അങ്ങനെയാണോ? അടുത്തിറങ്ങിയ ലോകയെന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിക്കത്തിയുണ്ട്. ലോകയില് ചെറിയൊരു സീനുണ്ട്. എന്തായാലും അലിന്റെ കൂടെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. കൺസോൾ നോക്കി അല്ലെ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിളിച്ചപ്പോൾ തന്നെ അലിൻ ഈ ഒരു പരിപാടിക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. യാതൊരു മടിയും കാണിച്ചില്ല. എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടാണ് ആള് ഇന്നത്തെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അതൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അല്ലേ? ഞാനൊന്നും പറയാത്തത്. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. എരിവ് കുറവാണ്. എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പൊതുവെ എരിവ് കുറച്ചിടുന്ന ഒരാളാണ്. എരിവ് കുറഞ്ഞാലും നമുക്ക് കൂട്ടാൻ പറ്റും. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് കൂടി വാരി ചേർത്തേ.
ബ്രെഡ് അപ്പൊ എന്തായാലും ഞങ്ങള് ബ്രെഡും സ്റ്റൂവും ഒക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. ഒരു ഷോർട്ട് ബ്രേക്ക്. ശാരിയില് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റയിൽ നിന്ന് ഒരുപാട് വരും. ഇൻസ്റ്റയില് വരും. ഇൻസ്റ്റയില് കുറെ വരും. ഇൻസ്റ്റയിലാണ് വൈറലാവാൻ പോണത്. മറ്റേത് നമ്മുടെ കണ്ടന്റ് അല്ലേ, മറ്റേത് പ്രൊമോഷൻ അല്ലേ മറ്റേത്. ഓക്കെ എങ്ങനെയാണെന്ന് ഓക്കെ ഓക്കെ, ഞാൻ എന്റെ കൈ അഭിനയിക്കാൻ പറഞ്ഞോളാം. ഓക്കെ. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അല്ലേ? അത് കുറച്ച് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മധുരമാവാം. കുറച്ച് മധുരമാവാം. ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് മധുരം എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും? കേക്ക് ആയിരിക്കും. ഓക്കെ ചേട്ടാ, കേക്ക്. യെസ്. അപ്പൊ നമുക്ക് പ്ലം കേക്ക്, ഇത് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് ഒക്കെ ഉള്ള ഒരു പ്ലം കേക്കാണ്. നമുക്ക് ഓപ്പൺ ചെയ്താലോ? ഞാൻ കൂടുതലും കേട്ടിട്ടുണ്ട് അലിജോസ് ഒരു മധുരപ്രിയനാണെന്നോ, സത്യമാണോ? വല്ലപ്പോഴും മധുരപ്രിയനാണോ? ഡയറ്റ് ഒക്കെ പ്ലാൻ ഉണ്ടോ ഭാവിയില്? ഡയറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ ടീമിനോട് പറയാം. ചേട്ടാ കത്രിക ഒന്ന്. താങ്ക് യു. ക്യാരറ്റ് കേക്ക് പുഡിംഗ് ആണ്. ഇത് ക്യാരറ്റ് കേക്ക് പുഡിംഗ് ആണ് കേട്ടോ. പലരും ഇതിന്നൊരു പീസ് എടുത്തോളൂ. എങ്ങനെ കത്രിക സ്പൂൺ എടുത്തല്ലോ. ഓക്കെ, റോളിംഗ് ആണോ? അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റ് കേക്കാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് കേക്ക് കേട്ടോ. നല്ല ഇഷ്ടമാണോ? ഈ ക്രിസ്മസിനൊക്കെ കേക്ക്സ് ഒക്കെ ഒരുപാട് കിട്ടാറുണ്ടോ? ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഇട്ട് ഇപ്പൊ കിട്ടാറില്ല. പിന്നെ വലിയ രീതിയിൽ വില കുറവുള്ള കേക്കുകളൊക്കെ പിന്നെ വൈൻ കുടിക്കോ? എനിക്ക് വൈനും ഉണ്ട്. എടുക്കട്ടെ ഒരു ഗ്ലാസ്? മധുരമാവാം, നമുക്ക് വൈൻ കൂടി കുടിക്കാം. ഇതൊരു സ്പെഷ്യൽ വൈനാണ്. വൈനൊക്കെ കുടിക്കുന്ന ആളല്ലേ? ഇവിടുന്ന് ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഫിറ്റായി വീഴോ? ഇല്ല, വൈൻ കഴിക്കട്ടെ. കുഞ്ഞു ഗ്ലാസ്സിൽ കഴിക്കാം. ഓക്കെ, കുടിക്കരുത്. ചേർത്തിരിക്കാതെ ആദ്യം തന്നെ വൈൻ കുടിക്കാട്ടോ നമ്മുടെ ഗസ്റ്റ്. നമുക്കൊരു പാട്ടോട് കൂടി വൈൻ കുടിക്കാം. പഠിക്കാം. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തായാലും അലിന് എവിടെ പോയാലും പാട്ടൊക്കെ പാടാറുണ്ട്. സോ ക്രിസ്മസ് റിലേറ്റഡ് ഓക്കെ ഓക്കെ പഠിക്കാം. അതൊരു സൗണ്ട് കേട്ടെ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് പൊട്ടിക്കരുത്.
ഏത് കൊടുത്തില്ല പാട്ടാത്? ഇൻസ്പെക്ടർ ബിൽഡറല്ല, ഇൻസ്പെക്ടർ ഇവിടെ. വലിയ സ്വീറ്റ് ഇല്ല കേട്ടോ, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്വീറ്റ് ആണ്. ഓൾസോ ടേസ്റ്റ് വൈസ് നല്ല. കിക്കായി ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോണം. ഇവനെ കിക്കായോ? എന്നെ എത്ര എണ്ണം കാണുന്നുണ്ട്? എന്നെ 2 എണ്ണം കാണുന്നുണ്ടോ? 4 എണ്ണം കാണുന്നുണ്ടോ? മദ്യപിക്കുന്ന ആളാണോ? മദ്യപിക്കുന്ന ആളാണോ? അല്ല, മദ്യം സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? അല്ല. അതൊന്നും അല്ല. ചില്ലാണോ? പക്ഷെ അതൊന്നുമില്ല, പക്ഷെ ചില്ലാണ്. ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇവിടെ നിന്ന് എടുക്കാനാ? അപ്പൊ ക്യാമറ ക്രിസ്മസ് വൈബ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് ആ സൈഡ് പോയിട്ട് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കാം. സോ ലെറ്റ്സ് ഗോ. ഓക്കെ അല്ലേ? നടക്കില്ലേ? ഓക്കെ അല്ലേ? ദിലീപ് എന്ന നടനെ നമ്മൾ ആരാധിക്കുന്നു. അദ്ദേഹത്തിന്റെ റിയൽ ലൈഫോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓരോ കഥാപാത്രങ്ങളും അതിലൊരു ഒരുപാട് പേര്, ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ നിന്നും സത്യനാഥനിലേക്ക് വന്നപ്പോഴാണ് അത്യാവശ്യം ക്രൗഡുകൾ എല്ലാം ഒറ്റ ഫോക്കസിൽ തിയേറ്ററിൽ കണ്ടു. അതിൽ 65-70 ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ഫ്രെയിമിൽ ഉണ്ട്. ആ ഒരു സീനിന്റെ ക്ലോസ് ഷോട്ടാണ് അത്. ദിലീപേട്ടന്റെ സിനിമകൾക്ക് മാത്രമുള്ള, എല്ലാ പടങ്ങൾക്കും അല്ല, പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളും, ദിലീപേട്ടന്റെ സിനിമകൾ പ്രത്യേകിച്ച്, ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും അവർക്ക് കൂടി ഒരു എന്താ പറയാ മുഖം ഇരിക്കട്ടെ എന്ന് വരുന്ന ആളാണ്. ബാക്കിയുള്ള നടന്മാർ അങ്ങനെ കാണിക്കുന്നില്ല, കാരണം ബ്ലറാകുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത പല പടങ്ങളും ബ്ലറാക്കിയിട്ടുണ്ടാവും. അതൊന്നും വിഷയങ്ങളല്ല. പക്ഷെ ഇപ്പൊ നമ്മളെ കേശു വിഴുങ്ങാൻ ഇറങ്ങിയിരുന്നു. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ ഒരു ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിക്കുന്ന സാധനമുണ്ട്. അപ്പൊ ആ ഒരു സീക്വൻസിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ ദിലീപേട്ടനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ദിലീപേട്ടൻ നോക്കി കാണിക്കും. പക്ഷെ പ്രയോറിറ്റി കൊടുക്കുന്നത് ബാക്കിയുള്ള ആ ഒരു പടത്തിന്റെ ഒരു കാര്യം, കാരണം ഗ്രാമീണത കാണിക്കുമ്പോൾ ആ ഒരു അത്രയും ആൾക്കാരെ കാണിക്കുന്ന സിനിമകൾ കുറവാണ്. അതോ ഓവറായിട്ട് നമ്മൾ ആൾക്കാരെ കുറ്റം പറയുന്ന അർത്ഥമല്ല, പക്ഷെ ചില കാര്യങ്ങൾക്കും സിനിമയ്ക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്.